നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെ തുടർന്ന് സാമൂഹ്യ മാധ്യമമായ ടെലഗ്രാമിന് നിയന്ത്രണം. ജൂൺ 22 വരെ നിയന്ത്രണം ഉണ്ടാകുമെന്ന് കേന്ദ്ര സർക്കാർ. മുൻപ് ടെലഗ്രാം വഴിയാണ് ചോദ്യപേപ്പർ ചോർന്നത്. ഗൗതം ആമറകുഞ്ചം വിവരങ്ങളുമായി ചേരുന്നത്. ഗൗതം, വലിയ കരുതലാണ് ഈ കാര്യത്തിൽ സർക്കാർ എടുക്കുന്നത്. എന്തായാലും ടെലഗ്രാമിന് നിലവിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. കാരണം അത്രയധികം വിമർശനങ്ങളും ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. ഇപ്പോൾ തന്നെയും പല പല പിഴവുകൾ ചൂണ്ടിക്കാട്ടുകയാണ്. ഹോൾ ടിക്കറ്റ് അടക്കം ഡൗൺലോഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം പോലും ഉണ്ട്. അതൊക്കെ അല്പം പരിഹരിച്ചു വരുന്നതേ ഉള്ളൂ. അതിനിടയിൽ ടെലഗ്രാമിനും കൂടെ നിയന്ത്രണം ഏർപ്പെടുത്തും. ശ്യാമിലി, നേരത്തെ തന്നെ ഇന്ത്യ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ ടെലഗ്രാം വഴിയാണ് ചോദ്യപേപ്പർ ചോരുന്നത് എന്നുള്ളത് അന്വേഷണത്തിൽ കണ്ടെത്തിയ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള സോഷ്യൽ ആപ്പുകളെ സംബന്ധിച്ചുള്ളൊരു നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച ആലോചനയുണ്ടായിരുന്നു. ഇപ്പോൾ ആ ആലോചനയാണ് നിയന്ത്രണത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ജൂൺ 22 വരെ രാജ്യത്ത് ടെലഗ്രാം നിയന്ത്രണം ഉണ്ടാകും. ആ ടെലഗ്രാം ഉപയോഗിച്ച് ഇതുപോലെ ചോദ്യപേപ്പറുകൾ ഷെയർ ചെയ്യുന്നതിന്, എഡിറ്റ് ചെയ്യുന്നതിനുൾപ്പെടെയുള്ള കാര്യങ്ങൾക്കകത്ത്, ഡോക്യുമെൻറ്റുകൾക്കകത്ത് എന്തെങ്കിലും തരത്തിലുള്ള എഡിറ്റിംഗ് വരുത്തുന്നതിന്, അവ ഷെയർ ചെയ്യുന്നതിനുൾപ്പെടെയുള്ള കാര്യങ്ങൾക്കകത്തായിരിക്കും നിയന്ത്രണം ഉണ്ടാകുക എന്നാണ് മനസ്സിലാക്കുന്നത്. ജൂൺ 21 നീറ്റിൻ്റെ പുനഃപരീക്ഷ നടക്കാനിരിക്കുന്നത്. പക്ഷേ ഈ പുനഃപരീക്ഷയുമായി ബന്ധപ്പെട്ടും ശ്യാമിലി സൂചിപ്പിച്ച പോലെ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പരീക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം വിദ്യാർത്ഥികളും ചില സംഘടനകളുമൊക്കെ തന്നെ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യവും ഉടലെടുത്തിട്ടുണ്ട്. എന്തായാലും നേരത്തെ ഈ നീറ്റ് പുനഃപരീക്ഷയുമായി ബന്ധപ്പെട്ട് കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടാകുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ഈ ചോദ്യപേപ്പറുകൾ എത്തിക്കുന്നത് സംബന്ധിച്ച്, പരീക്ഷ നടപ്പിലാക്കുന്നത് സംബന്ധിച്ചൊക്കെ തന്നെ വലിയ തരത്തിലുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുന്നുണ്ട്. ഇന്ത്യ നടത്തുന്ന പരീക്ഷകൾക്കകത്ത് വ്യാപകമായ ക്രമക്കേട് നടക്കുന്നുണ്ടെന്നും സാങ്കേതിക പിഴവുകൾ ഉപയോഗിച്ച് ചോദ്യപേപ്പർ ചോർത്തുകയും അതിൽ മാർക്ക് ലിസ്റ്റുകൾ മാറ്റം വരുത്തുകയും അതോടൊപ്പം തന്നെ അഡ്മിറ്റ് കാർഡുകൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്യുന്ന സാഹചര്യമൊക്കെ നിലനിൽക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കിയിരുന്നു. അത് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഈ രണ്ടാമത് നടക്കുന്ന നീറ്റ് പുനഃപരീക്ഷയുമായി ബന്ധപ്പെട്ടും കുട്ടികൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, അവരുടെ മാർക്ക് ലിസ്റ്റുകളുമായി അപ്ലോഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വലിയ തരത്തിലുള്ള പ്രതിസന്ധി നിലനിൽക്കുകയും സാങ്കേതിക തകരാറ് ഉൾപ്പെടെ നേരിടുകയും ചെയ്തിരുന്നു. ഇത് പലവട്ടം പരാതിപ്പെട്ടിട്ടാണ് അത് പരിഹരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോഴാണ് പുതിയ നിയന്ത്രണവുമായി ഇന്ത്യ രംഗത്തെത്തുന്നത്. ഈ നീറ്റ് പരീക്ഷ നടപ്പിലാക്കുന്നതിന് രാജ്യത്തിനകത്ത് യുദ്ധസമാനമായ സാഹചര്യം നടപ്പിലാക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. വ്യോമസേനയുടെ പിന്തുണയോടുകൂടി ചോദ്യപേപ്പറുകൾ പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നു, ടെലഗ്രാം നിയന്ത്രിക്കുന്നു, അതോടൊപ്പം തന്നെ കർശനമായിട്ടുള്ള പരിശോധനാ സംവിധാനങ്ങളിലേക്ക് പോകുന്നു. അത്തരത്തിൽ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ടതാണ്. ഇത് പലകുറി ഇത്തരം വീഴ്ചകൾ ഉണ്ടായിട്ട് പോലും അത് ചെയ്യാതിരുന്നതാണ് അക്ഷരാർത്ഥത്തിൽ വലിയ തെറ്റ് തന്നെയാണ്. കാരണം ഇത് 22 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളുടെ ഭാവിയെ തന്നെ തീരുമാനിക്കുന്ന ഒരു കാര്യമാണല്ലോ. അതിൻ്റെ ഗൗരവം അതിന് കൊടുക്കാതിരിക്കുന്നത് നമ്മുടെ സർക്കാരും അതുമായി ബന്ധപ്പെട്ട് അവർ ചുമതലപ്പെടുത്തിയ ആളുകളുമാണ്. അതുകൊണ്ട് തന്നെ ഗൗതം സൂചിപ്പിച്ചതുപോലെ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിൽ തന്നെ ഇത് പരീക്ഷ നടത്തേണ്ട ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്.